എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചത് ഇമ്പരിക്കൽ ഫോർമുല, മോളിക്കുലർ ഫോർമുല, പെർസെന്റേജ് കോമ്പോസിഷൻ ആയിരുന്നു. അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ലിമിറ്റിംഗ് റിയേജന്റിനെ കുറിച്ചാണ്. നെക്സ്റ്റ് പഠിക്കാനായിട്ടുള്ളത് ലിമിറ്റിംഗ് റിയേജന്റ്. ലിമിറ്റിംഗ് റിയേജന്റ് ഓർ ലിമിറ്റിംഗ് റിയാക്ടന്റ് എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുക. അപ്പൊ എന്താണ് ലിമിറ്റിംഗ് റിയേജന്റ് അല്ലെങ്കിൽ ലിമിറ്റിംഗ് റിയാക്ടന്റ്? ഇപ്പൊ നമ്മൾ പല തരത്തിലുള്ള രാസപ്രവർത്തനങ്ങളെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ഇപ്പൊ ചിലരാണെങ്കിൽ, അതായത് റിയാക്ടന്റ് പ്രോഡക്റ്റ് ആയിട്ട് മാറുന്ന രാസപ്രവർത്തനത്തിൽ ചില റിയാക്ടന്റുകൾ മൊത്തത്തിൽ പ്രവർത്തിച്ച് തീരാറുണ്ട്, പൂർണ്ണമായും പ്രവർത്തിച്ച് തീരുക. ചില റിയാക്ടന്റുകളാണെങ്കിലോ പ്രവർത്തിച്ച് തീരാറില്ല, പൂർണ്ണമായിട്ടും പ്രവർത്തിച്ച് തീരാറില്ല. അപ്പൊ ഇങ്ങനെയുള്ള രാസപ്രവർത്തനങ്ങളിൽ പൂർണ്ണമായി പ്രവർത്തിച്ച് തീരുന്നതുണ്ട്, ഇനി പൂർണ്ണമായിട്ട് പ്രവർത്തിക്കാത്തതുണ്ട്, ഭാഗികമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള രാസപ്രവർത്തനങ്ങളുണ്ട്. അപ്പൊ ഇവിടെ ലിമിറ്റഡ് റിയാക്ടന്റ് എന്നതുകൊണ്ട് അർത്ഥമാക്കുക ദ റിയാക്ടന്റ് ഹൂസ് കോൺസെൻട്രേഷൻ ലിമിറ്റ് ദ എമൗണ്ട് ഓഫ് പ്രോഡക്റ്റ്. റിയാക്ടന്റ് പ്രോഡക്റ്റ്, അപ്പൊ നമുക്ക് അതിനെ ലിമിറ്റ് റിയേജന്റ് ഓർ ലിമിറ്റ് റിയാക്ടന്റ് എന്ന് പറയാം. ദ റിയേജന്റ് ഓർ റിയാക്ടന്റ് ഹൂസ് കോൺസെൻട്രേഷൻ ലിമിറ്റ് ദ എമൗണ്ട് ഓഫ് പ്രോഡക്റ്റ്. ലിമിറ്റ് ദ എമൗണ്ട് ഓഫ് പ്രോഡക്റ്റ് എന്ന് പറയാം. ഇനി അങ്ങനെയല്ലെങ്കിൽ ചില രാസപ്രവർത്തനങ്ങളിൽ നമ്മൾ പറഞ്ഞു പൂർണ്ണമായി പ്രവർത്തിക്കുന്നതുകൊണ്ട്, ഭാഗികമായിട്ട് പ്രവർത്തിക്കുന്നതുകൊണ്ട്. ഇപ്പൊ ചില റിയാക്ടന്റുകൾ എടുക്കുകയാണെങ്കിൽ ചിലത് പൂർണ്ണമായിട്ട് അങ്ങ് പ്രവർത്തിച്ച് തീർന്നു. ഇപ്പൊ ടോട്ടലി കൺസ്യൂംഡ് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ ദ റിയാക്ടന്റ് ഹൂസ് കൺസപ്ഷൻ കംപ്ലീറ്റ്ലി ഇൻ എ കെമിക്കൽ റിയാക്ഷൻ. പൂർണ്ണമായിട്ടും അതിനെ ഉപയോഗിച്ച് കഴിഞ്ഞെങ്കിൽ അതിനെ നമുക്ക് എന്തെന്ന് പറയാം? ലിമിറ്റ് റിയേജന്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കാം. ദ റിയാക്ടന്റ് ഹൂസ് കോൺസെൻട്രേഷൻ ലിമിറ്റ് ദ എമൗണ്ട് ഓഫ് പ്രോഡക്റ്റ് ഓർ ടോട്ടലി കൺസ്യൂംഡ് റിയാക്ടന്റ് ഇൻ എ കെമിക്കൽ റിയാക്ഷൻസ് ആർ കാൾഡ് ലിമിറ്റിംഗ് റിയേജന്റ്. ഒരു എക്സാമ്പിൾ നോക്കിക്കേ. 2H2 plus O2 gives 2H2. ഏറ്റവും നമ്മളെ സിംപ്ലസ്റ്റ് ആയിട്ടുള്ള എക്സാമ്പിൾ എഴുതിയേക്കുക. ഹൈഡ്രജനും ഓക്സിജനും തമ്മിൽ പ്രവർത്തിച്ചു വാട്ടർ ആയിട്ട് മാറി. അപ്പൊ ഇവിടെ നോക്കിക്കേ, 2 മോൾ ഹൈഡ്രജനാണ് വേണ്ടി വന്നേക്കുക, 1 മോൾ ഓക്സിജനുമായിട്ട് പ്രവർത്തിച്ചു. നമുക്ക് കിട്ടിയേക്കുന്ന എത്രയാണ്? 2 മോൾ വാട്ടർ കിട്ടി. ഇതൊരു ജനറൽ ആയിട്ടുള്ള റിയാക്ഷൻ ആണ്. ഇപ്പൊ ലിമിറ്റ് റിയേജന്റ് പ്രോബ്ലങ്ങളുണ്ട്. ആ ലിമിറ്റ് റിയേജന്റ് പ്രോബ്ലങ്ങൾ ചെയ്യാനായിട്ട് നമുക്ക് തന്നിരിക്കുന്ന ആ റിയാക്ഷന്റെ ബാലൻസ്ഡ് ഇക്വേഷൻ ആണ് എടുത്ത് എഴുതാനുള്ളത്. ബാലൻസ്ഡ് ഇക്വേഷൻ എഴുതിയതിനു ശേഷമാണ് നമ്മൾ ബാക്കി കാര്യങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പൊ ഇവിടെ തന്നിരിക്കുന്നതിൽ 2 മോൾ ഹൈഡ്രജൻ 1 മോൾ ഓക്സിജനുമായിട്ട് പ്രവർത്തിച്ച് 2 മോൾ വാട്ടർ ഉണ്ടായി. ഇത് നമ്മുടെ ജനറൽ ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞേക്കുക. ഇതിനകത്തുള്ള ലിമിറ്റ് റിയേജന്റ്, എക്സസ് റിയേജന്റ് ഒക്കെ കണ്ടുപിടിക്കാനായിട്ട് നമുക്കുള്ള ഈ ചോദ്യത്തില് നമുക്ക് തന്നിരിക്കുന്നത് 2 മോൾ ഹൈഡ്രജനും തന്നിട്ടുണ്ട്, 2 മോൾ ഓക്സിജനും തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ വാട്ടർ ഉണ്ടാകുന്ന പ്രവർത്തനത്തിൽ ആരാണ് ലിമിറ്റ് റിയേജന്റ്? ഇനി ബാക്കി അവശേഷിക്കുന്ന എക്സസ് റിയേജന്റ്, അൺറിയാക്റ്റഡ് ആയിട്ടുള്ള റിയാക്ടന്റ് ആരാണ്? എത്രമാത്രം പ്രോഡക്റ്റ് ഉണ്ടാവും? ഇങ്ങനെയൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യനുകൾ വരിക. അപ്പൊ അതില് 2 മോൾ ഹൈഡ്രജനും 2 മോൾ ഓക്സിജനും തന്നിരുന്നോട്ടെ. പക്ഷെ നമ്മുടെ റിയാക്ഷൻ നോക്കിക്കേ, 2 മോൾ ഹൈഡ്രജൻ പ്രവർത്തിക്കുന്നതിന് എത്ര മതി? 1 മോൾ ഓക്സിജൻ മതി. അങ്ങനെയെങ്കിലാണ് 2 മോൾ എന്തുണ്ടാകുക? വാട്ടർ ആയിട്ട് മാറാറുള്ളത്. അപ്പൊ ഇവിടെ 2 മോൾ ഹൈഡ്രജന് 1 മോൾ മതി. ഇവിടെ നമുക്ക് ചോദ്യത്തിൽ തന്നേക്ക് എത്രയാണ്? 2 മോള് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് പറയാലോ, ഈ തന്നിരിക്കുന്ന ചോദ്യത്തില് 2 മോൾ ഹൈഡ്രജന് 1 മോൾ എന്ത് മതി? ഓക്സിജൻ മതി. അപ്പൊ ഇവിടെ പൂർണ്ണമായിട്ടും പ്രവർത്തിച്ചത് 2 മോള്. നമുക്ക് ചോദ്യത്തിൽ തന്നേക്ക് 2 തന്നിട്ടുണ്ട്, 2. പക്ഷെ നമുക്കിവിടെ 2 വേണോ? നമുക്കിവിടെ 1 മോള് പോരെ. 2 മോൾ ഹൈഡ്രജൻ പൂർണ്ണമായിട്ടും പ്രവർത്തിച്ച് തീരാൻ ആര് മതി? 1 മോൾ ഓക്സിജൻ മതി. ബാക്കി 1 മോൾ എന്ന് പറയുന്നത് അവശേഷിക്കുകയല്ലയോ? അപ്പൊ നമുക്കിവിടെ പറഞ്ഞൂടെ, ഇവിടെ പൂർണ്ണമായിട്ട് പ്രവർത്തിച്ച് തീർന്നത് ഹൈഡ്രജൻ അല്ലേ? ഹൈഡ്രജൻ ഈസ് ദ ലിമിറ്റ് റിയേജന്റ്. ഹൈഡ്രജൻ എന്ന് പറയുന്നത് ലിമിറ്റ് റിയേജന്റ് ആണ്. ഇനി ഇവിടെ 1 മോൾ ഓക്സിജൻ മതിയായിരുന്നു പ്രവർത്തിക്കാൻ, ബാക്കി 1 മോൾ അവശേഷിക്കുന്നുണ്ട്. അപ്പൊ 1 മോൾ പ്രവർത്തിച്ച് തീർന്നു, ബാക്കി 1 മോൾ അവശേഷിക്കുന്നുണ്ട്. അപ്പൊ എക്സസ് ആയിട്ടുള്ള റിയേജന്റ്, റിയാക്ടന്റ് എന്ന് പറയുന്നത് ആരാണ്? ഓക്സിജൻ ആണ്. എത്ര മോൾ അവശേഷിക്കുന്നുണ്ട്? 1 മോൾ അവശേഷിക്കുന്നുണ്ട്. ഇനി എത്ര മോൾ വാട്ടർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? 2 മോൾ ഹൈഡ്രജൻ 1 മോൾ ഓക്സിജനുമായിട്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ എത്രയേ ഉണ്ടാകത്തുള്ളൂ? 2 മോൾ വാട്ടറേ ഉണ്ടാകാറുള്ളൂ. ഓർക്കുക, ദ റിയാക്ടന്റ് ഹൂസ് കോൺസെൻട്രേഷൻ ലിമിറ്റ് ദ എമൗണ്ട് ഓഫ് പ്രോഡക്റ്റ് ഈസ് കാൾഡ് ലിമിറ്റിംഗ് റിയേജന്റ് ഓർ ലിമിറ്റിംഗ് റിയാക്ടന്റ്.
ഇപ്പൊ ലിമിറ്റ് റിയേജന്റുമായി ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം ആണ് എഴുതിയിട്ടേക്കുക. ക്വസ്റ്റ്യൻ വായിക്കാം, നിങ്ങൾ എഴുതിയെടുക്കുക. 3 gram ഹൈഡ്രജൻ റിയാക്ട് വിത്ത് 29 gram ഓക്സിജൻ ടു yield വാട്ടർ. ടു yield വാട്ടർ മീൻസ് ടു ഗീവ്സ് വാട്ടർ. അപ്പൊ ഇവിടെ നമുക്കൊരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. 3 gram ഹൈഡ്രജൻ റിയാക്ട് വിത്ത് 29 gram ഓഫ് ഓക്സിജൻ ടു yield വാട്ടർ. അങ്ങനെയെങ്കിൽ തന്നിരിക്കുന്ന ചോദ്യങ്ങള് വാട്ട് ഈസ് ദ ലിമിറ്റിംഗ് റിയേജന്റ്? ഒന്നാമത്തെ ചോദ്യം വാട്ട് ഈസ് ദ ലിമിറ്റിംഗ് റിയേജന്റ്. രണ്ടാമത്തെ ചോദ്യം കാൽക്കുലേറ്റ് ദ മാക്സിമം എമൗണ്ട് ഓഫ് വാട്ടർ ദാറ്റ് ക്യാൻ ബി ഫോംഡ്. കാൽക്കുലേറ്റ് ദ മാക്സിമം എമൗണ്ട് ഓഫ് വാട്ടർ ദാറ്റ് ക്യാൻ ബി ഫോംഡ്. മൂന്നാമത്തെ ചോദ്യം കാൽക്കുലേറ്റ് ദ എമൗണ്ട് ഓഫ് അൺറിയാക്റ്റഡ് റിയാക്ടന്റ്. അപ്പൊ അൺറിയാക്റ്റഡ് റിയാക്ടന്റ് ഏതാണെന്ന് കണ്ടെത്തണം, അതിന്റെ അളവ് എത്രയാണെന്ന് നമുക്ക് കണ്ടെത്തണം. ഇതാണ് നമുക്ക് ലിമിറ്റ് റിയേജന്റുമായി നമുക്ക് തന്നിരിക്കുന്ന ഒരു ചോദ്യം. അപ്പൊ ലിമിറ്റ് റിയേജന്റിനെ കുറിച്ച് നമ്മൾ പഠിച്ചേക്കുന്ന കാര്യം ദ റിയാക്ടന്റ് ഹൂസ് കോൺസെൻട്രേഷൻ ലിമിറ്റ് ദ എമൗണ്ട് ഓഫ് പ്രോഡക്റ്റിന് വിളിക്കുന്ന പേരാണ് ലിമിറ്റിംഗ് റിയേജന്റ് എന്നതുകൊണ്ട് അർത്ഥമാക്കുക. ഓക്കെ, അപ്പൊ ആ ലിമിറ്റ് റിയേജന്റിന്റെ പ്രോബ്ലം നമുക്ക് ചെയ്യണമെങ്കിൽ ഇതിന്റെ ബാലൻസ്ഡ് ഇക്വേഷൻ നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പൊ ബാലൻസ്ഡ് ഇക്വേഷൻ 2H2 പ്ലസ് O2 ഗിവ്സ് 2H2. ഇതല്ലേ, ഇത് മോളിലല്ല തന്നേക്കുന്നത്, ഗ്രാമിലാണ് നമുക്ക് തന്നേക്കുക. അപ്പൊ മോള് ഗ്രാം തമ്മിലുള്ള റിലേഷൻ നമുക്കറിയാലോ. മോളാണെങ്കിൽ വെയിറ്റ് ഡിവൈഡഡ് ബൈ മോളിക്കുലർ മാസ് അല്ലെങ്കിൽ അറ്റോമിക് മാസ്. പക്ഷെ നമുക്ക് ഇവിടെ നമുക്ക് വെയിറ്റിലാണ് നമുക്ക് തന്നേക്കുക. അപ്പൊ വെയിറ്റ് വെച്ച് തന്നെ നമുക്ക് എക്സ്പ്രസ് ചെയ്താൽ മതി. അപ്പൊ ഇത് നോക്കിക്കേ, ജനറൽ ആയിട്ട് 4 gram ഹൈഡ്രജൻ ആണ് ഇവിടെ എടുത്തേക്ക് റിയാക്റ്റഡ് വിത്ത് 32 gram ഓക്സിജൻ. അങ്ങനെയെങ്കിൽ നമുക്കിവിടെ കിട്ടിയേക്കുന്നത് 2H2 എന്ന് പറയുമ്പോൾ 36 gram വാട്ടർ ഉണ്ടായിരിക്കും. ഇതൊരു ജനറൽ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. നമ്മുടെ ഈ പ്രോബ്ലം ചെയ്യാനായിട്ട് അറിഞ്ഞിരിക്കുന്ന അതിന്റെ ബാലൻസ്ഡ് ഇക്വേഷൻ ആണ്, അതിന്റെ ഡേറ്റാസ് ആണ്. ഇത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുക? അതിന്റെ ലിമിറ്റ് റിയേജന്റും ലിമിറ്റ് റിയാക്ടന്റും എക്സസ് റിയാക്ടന്റും അളവും കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കുക. അപ്പൊ ലിമിറ്റ് റിയേജന്റ് ഒരു പ്രോബ്ലം ചെയ്യണമെങ്കിൽ അതിന്റെ ബാലൻസ്ഡ് ഇക്വേഷൻ ആദ്യം എഴുതുക. അപ്പൊ ആ ബാലൻസ്ഡ് ഇക്വേഷൻ നമ്മൾ എഴുതി കഴിഞ്ഞു. അപ്പൊ ഇവിടെ നമുക്ക് 4 gram ഈ ഡേറ്റകൾ നമുക്ക് അനലൈസ് ചെയ്താൽ 4 gram ഹൈഡ്രജൻ പ്രവർത്തിക്കണമെങ്കിൽ എത്ര? അതായത് 32 gram ഓക്സിജൻ വേണം. ഇവ തമ്മിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ നമുക്ക് എത്ര കിട്ടുന്നുണ്ട്? 36 gram വാട്ടർ ഉണ്ടാവും. പക്ഷെ നമ്മുടെ ചോദ്യത്തിൽ എത്ര തന്നേക്കുക? നമുക്ക് ചോദ്യത്തിൽ തന്നേക്കുക 3 gram ഹൈഡ്രജനെ തന്നിട്ടുള്ളൂ. അതേപോലെ 29 gram ഓക്സിജന് തന്നിട്ടുണ്ട്. അപ്പൊ അതിനകത്തുള്ള ലിമിറ്റ് റിയേജന്റ് ഏതാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് നോക്കാം ചോദ്യത്തിന്റെ. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ കാര്യം നമ്മൾ ചെയ്യുകയാണ്. സ്റ്റെപ്പ് ഫസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്നു. അപ്പൊ നമുക്ക് ലിമിറ്റ് റിയേജന്റ് കണ്ടുപിടിക്കാനാണ്. ഡിറ്റർമിനേഷൻ ഓഫ് ലിമിറ്റ് റിയേജന്റ്. അപ്പൊ നമുക്ക് തന്നിരിക്കുന്നതിലെ സ്റ്റേറ്റ്മെന്റ് ഇവിടെ നമ്മൾ എഴുതിയേക്കുന്നത് എന്താ? 4 gram ഓഫ് ഹൈഡ്രജൻ റിയാക്ട് വിത്ത് O2. 4 gram ഓഫ് ഹൈഡ്രജൻ റിയാക്ട് വിത്ത് O2. റിയാക്ട് വിത്ത് O2. 4 gram ഹൈഡ്രജൻ റിയാക്ട് ചെയ്യണമെങ്കിൽ എത്ര വേണമായിരുന്നു? 32 gram നമുക്ക് വേണമായിരുന്നു. അങ്ങനെയെങ്കിൽ നമുക്ക് തന്നിരിക്കുന്നത് എത്രയാണ് ഇവിടെ തന്നേക്കുന്നത്? therefore 3 gram ഓഫ് ഹൈഡ്രജൻ റിയാക്റ്റഡ് വിത്ത് O2. അങ്ങനെയെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാം 32 gram. 4 gram പ്രവർത്തിക്കണമെങ്കിൽ 32 gram എന്താവശ്യമാണ്? ഓക്സിജൻ ആവശ്യമാണ്. അങ്ങനെയെങ്കിൽ എത്ര? 3 ഗ്രാമിന് എത്രയാണ്? അപ്പൊ ഇത് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പൊ ഇത് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ഇത് വെട്ടിക്കളയുക. 8 24 gram. 24 gram. അപ്പൊ നമുക്ക് 24 gram 3 gram ഹൈഡ്രജൻ പൂർണ്ണമായിട്ടും പ്രവർത്തിച്ചു തീരാൻ എത്ര മതി? 24 gram ഓക്സിജൻ മതി. അപ്പൊ നമുക്ക് ഉറപ്പല്ലേ ഇവിടെ പൂർണ്ണമായിട്ട് ഇപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റാസിൽ 3 ഗ്രാമും തന്നിട്ടുണ്ട്, 29 ഗ്രാമും തന്നിട്ടുണ്ട്. അപ്പൊ 3 ഗ്രാം പ്രവർത്തിച്ച് തീരാൻ, പൂർണ്ണമായിട്ട് പ്രവർത്തിച്ച് തീരാൻ എത്ര ഗ്രാം ഓക്സിജൻ മതി? 24 ഗ്രാം ഓക്സിജൻ മതി. അപ്പൊ അതുകൊണ്ട് നമുക്ക് പറഞ്ഞൂടെ ഇവിടെ പൂർണ്ണമായിട്ടും പ്രവർത്തിച്ചു തീരുന്നത് ആരാണ്? ഹൈഡ്രജൻ അല്ലയോ? അപ്പൊ നമ്മുടെ ആൻസർ കിട്ടിക്കഴിഞ്ഞു. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഓക്സിജൻ എത്രയാണ്? 29 ഉണ്ട്. നമുക്ക് എത്ര മതി? 24 ഗ്രാം മതി. 3 ഗ്രാം 24മായിട്ട് കംപ്ലീറ്റ് ആയിട്ട് പ്രവർത്തിച്ച് തീരും. അപ്പൊ പൂർണ്ണമായിട്ടും പ്രവർത്തിച്ച് തീർന്ന, ടോട്ടലായിട്ട് പ്രവർത്തിച്ച് തീർന്ന റിയാക്ടന്റ്. അപ്പൊ അതല്ലേ ലിമിറ്റ് റിയേജന്റ് എന്നുകൊണ്ട് അർത്ഥമാക്കുക. അപ്പൊ ഈ തന്നിരിക്കുന്ന ചോദ്യത്തിൽ നമുക്ക് ഒന്നാമത്തതിന്റെ ആൻസർ പറയാം.
ഇവിടെ ഓക്സിജന്റെ ലഭ്യത കൂടുതലാണ്, ഹൈഡ്രജൻ പൂർണ്ണമായിട്ടും പ്രവർത്തിച്ചു തീരും. Therefore, hydrogen is the limiting reagent or limiting reactant. അപ്പൊ ഈ തന്നിരിക്കുന്ന ചോദ്യത്തിലെ ഒന്നാമത്തതിന്റെ ആൻസർ കിട്ടിക്കഴിഞ്ഞു. ഹൈഡ്രജൻ ആണ് ലിമിറ്റ് റിയേജന്റ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചെയ്യാനായിട്ടുള്ളത് രണ്ടാമത്തെ കാര്യം, കാൽക്കുലേറ്റ് ദ എമൗണ്ട് ഓഫ് വാട്ടർ ദാറ്റ് ക്യാൻ ബി ഫോംഡ്. അപ്പൊ രണ്ടാമത്തെ സ്റ്റേജ് നമുക്ക് ചെയ്യാം. രണ്ടാമത്തെ ചോദ്യത്തിന് ആൻസർ ആയിട്ട് സ്റ്റെപ്പ് 2 ആയിട്ട് നമ്മൾ ചെയ്യുന്നു. അപ്പൊ അതിൽ കാൽക്കുലേറ്റ് ദ എമൗണ്ട് ഓഫ് വാട്ടർ ദാറ്റ് ക്യാൻ ബി ഫോംഡ്. അപ്പൊ നമുക്ക് ഇവിടെ വീണ്ടും ഒരു കാര്യം പറയാമല്ലോ. 4 ഗ്രാം 4 ഗ്രാം 4 ഗ്രാം ഓഫ് ഹൈഡ്രജൻ, 4 ഗ്രാം ഓഫ് H2 ഫോം, 4 ഗ്രാം ഓഫ് H2 ഫോം എത്രയാണ് വാട്ടർ ഉണ്ടാകുന്ന? 4 ഗ്രാം ഹൈഡ്രജൻ ഉണ്ടാകുന്ന വാട്ടർ, 4 ഗ്രാം ഓഫ് ഹൈഡ്രജൻ ഫോം വാട്ടർ ഇൻ ദ റിയാക്ഷൻ, H2O ഇൻ ദ റിയാക്ഷൻ എന്ന് പറയുന്നത് എത്രയാണ്? 36 ഗ്രാം ആണ്. 4 ഗ്രാം ഹൈഡ്രജൻ പ്രവർത്തിക്കുമെങ്കിലേ നമുക്ക് കിട്ടുന്ന വാട്ടറിന്റെ അളവ് എത്രയാണ്? 36 ഗ്രാം വാട്ടർ അല്ലയോ നമുക്ക് കിട്ടുക. പക്ഷെ നമ്മുടെ കയ്യിൽ എത്രയേ ഉള്ളൂ? 3 ഗ്രാം ഹൈഡ്രജനേ ഉള്ളൂ പ്രവർത്തിക്കാൻ. 3 ഗ്രാം ഓഫ് ഹൈഡ്രജൻ ഫോം വാട്ടർ ഇൻ ദ റിയാക്ഷൻ. ഓർക്കുക, 4ന് നമുക്ക് എത്ര ഉണ്ടാകുമായിരുന്നു? 36 വാട്ടർ കിട്ടുമായിരുന്നു. 4 ഗ്രാം എടുക്കുകയാണെങ്കിൽ നമുക്ക് എത്ര കിട്ടുമായിരുന്നു? 36 ഗ്രാം വാട്ടർ കിട്ടുമായിരുന്നു. പക്ഷെ നമ്മുടെ കയ്യിൽ എത്രയേ ഉള്ളൂ? 3 ഗ്രാം അല്ലേ ഉള്ളൂ ഈ പറഞ്ഞ പ്രവർത്തനത്തില്. ഇത് ജനറൽ റിയാക്ഷൻ ആണ്. ജനറലി 4ന് 36. അങ്ങനെയെങ്കിൽ നമുക്ക് എത്രയേ ഉള്ളൂ? ഇവിടെ 3 അല്ലേ ഉള്ളൂ. ഇപ്പൊ ഇത് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിലോ 27 ഗ്രാം വാട്ടർ ഉണ്ടാവും. ഇപ്പൊ 27 ഗ്രാം വാട്ടർ ഉണ്ടാകും. എത്രമാത്രം വാട്ടർ ഉണ്ടാകുന്നു എന്ന് ചോദിച്ചാൽ 27 ഗ്രാം. നമ്മളെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് പഠിച്ചതല്ലേ? ഇൻ എ കെമിക്കൽ റിയാക്ഷൻ ദ ടോട്ടൽ മാസ് ഓഫ് ദ റിയാക്ടന്റ് ഈസ് ഈക്വൽ ടു ദ ടോട്ടൽ മാസ് ഓഫ് ദ പ്രോഡക്റ്റ്. അത് വെച്ച് ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. ഇവിടെ 3 ഗ്രാം ഹൈഡ്രജൻ ആരുമായിട്ടേ പ്രവർത്തിക്കോളെന്നാ പറഞ്ഞത്? 24മായിട്ടേ പ്രവർത്തിക്കത്തുള്ളൂ. അങ്ങനെയെങ്കിൽ കിട്ടുക 27 അല്ലേ? ടോട്ടൽ മാസ് ഓഫ് ദ റിയാക്ടന്റ് ഈസ് ഈക്വൽ ടു ദ ടോട്ടൽ മാസ് ഓഫ് ദ പ്രോഡക്റ്റ്. ഇത് തന്നെ അല്ലേ നമ്മൾ വേറെ രീതിയിലും ചെയ്തു വെച്ചേക്കുക. 4ന് 36 എങ്കിൽ 3ന് എത്ര കിട്ടുന്നു? അപ്പൊ നമുക്ക് വാട്ടറിന്റെ അളവ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റിയല്ലോ. ഇനി നമുക്ക് അടുത്ത ചെയ്യാനായിട്ടുള്ള ചോദ്യം, കാൽക്കുലേറ്റ് ദ എമൗണ്ട് ഓഫ് അൺറിയാക്റ്റഡ് റിയാക്ടന്റ്. അൺറിയാക്റ്റഡ് റിയാക്ടന്റ് അത് തീർച്ചയായിട്ടും ഇവിടെ ഓക്സിജൻ തന്നെയാണ്. അപ്പൊ 4 ഗ്രാം ഹൈഡ്രജന് ഓക്സിജൻ വേണ്ടത് എത്രയായിരുന്നു? 32 ഗ്രാം ഓക്സിജൻ വേണമായിരുന്നു. അങ്ങനെയെങ്കിൽ 4 ഗ്രാം ഹൈഡ്രജന് റിക്വയർ ഓക്സിജൻ ഫോർ ദിസ് റിയാക്ഷൻ. അപ്പം റിക്വയർ ഓക്സിജൻ, എത്ര ഓക്സിജൻ വേണമായിരുന്നു? 32 ഗ്രാം ഓക്സിജൻ വേണമായിരുന്നു. പക്ഷെ നമ്മുടെ കയ്യിൽ എത്ര ഉണ്ടായിരുന്നുള്ളൂ? 3 ഗ്രാം അല്ലേ ഉള്ളൂ. 3 ഗ്രാമോ ഹൈഡ്രജന് ആവശ്യമായിട്ടുള്ള ഓക്സിജന്റെ അളവ് കണ്ടുപിടിക്കണം. 4ന് 32 പോലെ. അങ്ങനെയെങ്കിൽ 3ന് എത്ര വേണം? 3ന് എത്ര വേണം? നമ്മൾ മുന്നേ കണ്ടുപിടിച്ചതേ ഉള്ളൂ. 24 ഗ്രാം ഓക്സിജൻ മതി. പക്ഷെ നമ്മുടെ കയ്യിൽ എത്ര ഓക്സിജൻ ഉണ്ട്? അപ്പൊ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഓക്സിജന്റെ അളവെന്ന് പറയുന്നത് എത്രയാണ്? 29 ഗ്രാം അല്ലേ? അപ്പൊ നമുക്ക് പറഞ്ഞൂടെ എമൗണ്ട് ഓഫ് എമൗണ്ട് ഓഫ് അൺറിയാക്റ്റഡ് ഓക്സിജൻ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? മൊത്തമുള്ളത് 29 ആണ്. ആവശ്യമായിട്ടുള്ളത് 24 ഗ്രാം ആണ്. നമുക്ക് ബാക്കി അവശേഷിക്കുന്നത് 5 ഗ്രാം ആണ്. അപ്പൊ ഈ തന്നിരിക്കുന്ന ഡേറ്റാസ് വെച്ചിട്ട് പറയാം, ഇവിടെ ഹൈഡ്രജൻ പൂർണ്ണമായും പ്രവർത്തിച്ചു തീർന്നു. ദ റിയാക്ടന്റ് ഹൂസ് കോൺസെൻട്രേഷൻ ലിമിറ്റ് ദ എമൗണ്ട് ഓഫ് പ്രോഡക്റ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ ടോട്ടലി കൺസ്യൂംഡ് റിയാക്ടന്റിന്റെ കെമിക്കൽ റിയാക്ഷൻ ആണ്. അതുകൊണ്ട് ഹൈഡ്രജൻ ലിമിറ്റ് റിയാക്ടന്റ് ആണ്. ഇനി ഇതിനകത്തുള്ള ഓക്സിജൻ എക്സസ് റിയേജന്റ് ആണ്. ഇനി ഇവിടെ ഉണ്ടാകുന്ന വാട്ടറിന്റെ അളവെന്ന് പറയുന്നത് 24 പ്ലസ് 3 27 ഗ്രാം വാട്ടർ ഉണ്ടാകും. 5 ഗ്രാം ഹൈഡ്രജൻ പ്രവർത്തിക്കാതെ മാറി നിൽക്കും. ഇതാണ് ലിമിറ്റ് റിയേജന്റുമായി ബന്ധപ്പെട്ട പ്രോബ്ലം. പഠിക്കാനായിട്ടുള്ളത് റിയാക്ഷൻസ് ഇൻ സൊല്യൂഷൻസ് എന്നാണ്. അപ്പൊ എന്താണ് സൊല്യൂഷൻ? അപ്പൊ നമുക്ക് ആദ്യം പഠിക്കാം സൊല്യൂഷനുകളെ കുറിച്ച്. Solution is a homogeneous mixture of two or more substance. Solution is a homogeneous mixture of
ടു ഓർ മോർ സബ്സ്റ്റൻസ്, രണ്ടോ അതിലധികമോ പദാർത്ഥങ്ങൾ കൂടിച്ചേർന്നുണ്ടാകുന്ന ഏകാത്മകമായിട്ടുള്ള മിശ്രിതത്തിന് വിളിക്കുന്ന പേരാണ് ലായനികൾ. രണ്ടോ അതിലധികമോ പദാർത്ഥങ്ങൾ. അപ്പൊ ഒരു സൊല്യൂഷൻ ഉണ്ടാകണമെങ്കിലേ മിനിമം 2 പേര് വേണം. 2ൽ കൂടുതൽ എത്ര പേര് വേണമെങ്കിലും ആകാം. അപ്പൊ ഇതെല്ലാം കൂടെ കൂടിച്ചേർന്ന് കിട്ടുന്ന ഏകാത്മകമായിട്ടുള്ള മിശ്രിതത്തിന് വിളിക്കുന്ന പേരാണ് ലായനികൾ. സൊല്യൂഷൻ ഈസ് എ ഹോമോജീനിയസ് മിക്സർ ഓഫ് 2 or more substance. When the substance taken in major quantities are called, കൂടുതൽ അളവിൽ എടുക്കുന്ന ആൾക്ക് വിളിക്കുന്ന പേര് സോൾവെന്റ് എന്നാണ് അറിയപ്പെടാറുള്ളത്. ഇതിനെ നമ്മൾ സൂചിപ്പിക്കുന്നത് എ എന്ന് പറഞ്ഞ അക്ഷരം വെച്ച് എഴുതാറുണ്ട്. ഇനി സബ്സ്റ്റൻസ് ടേക്കൺ ഇൻ മൈനർ ക്വാണ്ടിറ്റീസ് ആർ കാൾഡ് സൊല്യൂട്ട്. കുറഞ്ഞ അളവിൽ എടുത്തിരിക്കുന്ന ആൾക്ക് വിളിക്കുന്ന പേര് സൊല്യൂട്ട്. അതിനെ ബി വെച്ച് റെപ്രസെന്റ് ചെയ്യാം. ഈ സോൾവെന്റ് സൊല്യൂട്ടും കൂടെ കൂടിച്ചേരുന്നതാണ് എന്ത്? സൊല്യൂഷൻ. അപ്പൊ എന്താ സൊല്യൂഷൻ എന്ന് പറയുക? സൊല്യൂഷൻ ഈസ് എ ഹോമോജീനിയസ് മിക്സർ ഓഫ് 2 or more substance. When the substance taken in major quantities are called solvent and minor quantities are called solute. Solute plus solvent or solvent plus solute gives solution. ഉദാഹരണമായിട്ടേ നമ്മളൊരു ഷുഗർ സൊല്യൂഷൻ തയ്യാറാക്കുകയാണ്. ഒരു ഗ്ലാസ് എടുത്തു, അതിൽ അല്പം പഞ്ചസാര തട്ടിയിട്ടു. ഇനി അതിനകത്ത് കുറെ വെള്ളവും ഒഴിച്ചു. അതിനെ നമ്മൾ നല്ല രീതിയിൽ അലിയിച്ച് കിട്ടുകയാണെങ്കിൽ അതൊരു ഷുഗർ സൊല്യൂഷൻ ആയി. ആ ഷുഗർ സൊല്യൂഷനിൽ കുറഞ്ഞ അളവിൽ അടങ്ങിയിരിക്കുന്ന ആരാണ്? പഞ്ചസാരയല്ലയോ? അപ്പൊ പഞ്ചസാര എന്ന് പറയുന്നത് സൊല്യൂട്ട് ആണ്. ഇനി നേരെ മറിച്ച് അതിൽ കൂടുതൽ അളവിൽ എടുത്തിരിക്കുക വാട്ടർ ആണ്. അപ്പൊ വാട്ടർ എന്ന് പറയുന്നത് സോൾവെന്റ് ആണ്. ഇത് കൂടിച്ചേർന്ന് കിട്ടുന്ന മിശ്രിതം പഞ്ചസാര ലായനി, ഷുഗർ സൊല്യൂഷൻ, അതൊരു സൊല്യൂഷൻ ആണ്. അപ്പൊ എന്താണ് സൊല്യൂഷൻ? സൊല്യൂഷൻ ഈസ് എ homogeneous mixture of 2 or more substance. When the substance taken in major quantities are called solvent and minor quantities are called solute. Solute plus solvent or solvent plus solute gives solution. ആ റിയാക്ഷൻസ് ഇൻ സൊല്യൂഷനില് ഇപ്പൊ നമ്മൾ സൊല്യൂഷൻ പരിചയപ്പെട്ടല്ലോ. നമുക്ക് അതിൽ പഠിക്കാനായിട്ടുള്ളത് മാസ് പെർസെന്റേജ്, മോൾ ഫ്രാക്ഷൻ, മൊളാലിറ്റി, ഈ ടേമുകളാണ്. അതിലെ ഫസ്റ്റ് ടേമിനെ നമുക്ക് പരിചയപ്പെടാം. മാസ് പെർസെന്റേജ്. മാസ് പെർസെന്റേജ് നമ്മൾ പെർസെന്റേജ് കോമ്പോസിഷൻ കണ്ടുപിടിക്കുന്ന സമയത്ത് പഠിച്ചായിരുന്നു. മാസ് ഓഫ് ദ കമ്പോണന്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ്. ഇതൊരു സൊല്യൂഷന്റെ കേസ് ആയതുകൊണ്ട് നമുക്ക് പറയാം മാസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സൊല്യൂഷൻ, അല്ലെങ്കിൽ മാസ് ഓഫ് ദ കമ്പോണന്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് ഇൻറ്റു 100. മാസ് ഓഫ് ദ കമ്പോണന്റ്, മാസ് ഓഫ് ദ കമ്പോണന്റ്, മാസ് ഓഫ് ദ കമ്പോണന്റ്, അത് സൊല്യൂട്ട് ആകാം സോൾവെന്റ് ആകാം, ഡിവൈഡഡ് ബൈ മാസ് ഓഫ് ദ കമ്പോണന്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ്, ടോട്ടൽ മാസ് ഇൻറ്റു 100 ആണ് മാസ് പെർസെന്റേജ് എന്നതുകൊണ്ട് അർത്ഥമാക്കുക. മാസ് ഓഫ് ദ കമ്പോണന്റ്, അതായത് മാസ് ഓഫ് ദ സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് ദ സൊല്യൂഷൻ. ടോട്ടൽ മാസ് ഓഫ് സൊല്യൂട്ട് പ്ലസ് സോൾവെന്റ് എന്ന് വെച്ചാൽ സൊല്യൂഷൻ. ടോട്ടൽ മാസ് എന്ന് പറയുക സൊല്യൂഷൻ ആണ്. മാസ് ഓഫ് ദ കമ്പോണന്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് ഇൻറ്റു 100 ആണ് എന്ത്? മാസ് പെർസെന്റേജ് എന്നതുകൊണ്ട് അർത്ഥമാക്കുക. പഠിക്കാനായിട്ടുള്ളത് മോൾ ഫ്രാക്ഷൻ ആണ്. മോൾ ഫ്രാക്ഷൻ. മോൾ ഫ്രാക്ഷൻ എന്താണ്? മോൾ ഫ്രാക്ഷൻ എന്ന് ചോദിച്ചാൽ നമ്പർ ഓഫ് മോൾസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾ. അപ്പൊ ഈ മോൾ ഫ്രാക്ഷനെ സൂചിപ്പിക്കുന്ന സിമ്പല്, ഇതിന് വിളിക്കുന്ന പേര് കൈ എന്നാണ്. KAI, കൈ. കൈ എന്നാണ്. എക്സ് തന്നെയാണ് ഒരു ചരിവ് കൊടുത്ത് എഴുതിയെന്നേ ഉള്ളൂ. മോൾ ഫ്രാക്ഷൻ. അപ്പൊ മോൾ ഫ്രാക്ഷൻ ഈക്വൽ ടു നമ്പർ ഓഫ് മോൾ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾ. നമ്പർ ഓഫ് മോളിനെ ടോട്ടൽ നമ്പർ ഓഫ് മോൾ കൊണ്ട് ഭാഗിക്കുന്നതാണ്. നോക്കുക, കൺസിഡർ എ ബൈനറി സൊല്യൂഷൻ AB. ഒരു AB എന്ന് പറഞ്ഞൊരു സൊല്യൂഷൻ ഉണ്ട്. എയും ബിയും രണ്ട് കമ്പോണന്റുകൾ മാത്രമേ ഉള്ളൂ. ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് A and B ആർ NA and NB റെസ്പെക്ടീവ്ലി. എയും ബിയും കൂടി ചേർന്ന ഒരു സൊല്യൂഷൻ ഉണ്ട്. അതിൽ എയുടെ മോളുകളുടെ എണ്ണത്തെ നമുക്ക് NA എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്യാം. ബിയുടെ മോളുകളുടെ എണ്ണത്തെ നമുക്ക് NB എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്യാം. അങ്ങനെയെങ്കിൽ മോൾ ഫ്രാക്ഷൻ ഓഫ് എ, മോൾ ഫ്രാക്ഷൻ ഓഫ് എ, മോൾ ഫ്രാക്ഷൻ ഓഫ് എ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ഇത്രയും വലിച്ചു വാരി എഴുതണ്ട, കൈ എ എന്ന് എഴുതിയാൽ മതി. മോൾ ഫ്രാക്ഷൻ ഓഫ് എ, കൈ എ ഈക്വൽ ടു NA ഡിവൈഡഡ് ബൈ
Na പ്ലസ് Nb. നമ്പർ ഓഫ് മോൾ, എയുടെ മോളുകളുടെ എണ്ണത്തെ ഇനി അതിൽ ആരൊക്കെ പങ്കെടുത്തിട്ടുണ്ടോ ആ മോളുകളുടെ എണ്ണത്തിന്റെ തുക കൊണ്ട് ഭാഗിക്കുക. നമ്പർ ഓഫ് മോൾ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോളിനെ വിളിക്കുന്ന പേരാണ് മോൾ ഫ്രാക്ഷൻ. അങ്ങനെയെങ്കിൽ മോൾ ഫ്രാക്ഷൻ ഓഫ് ബി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. കൈ ബി, മോൾ ഫ്രാക്ഷൻ ഓഫ് ബി, കൈ ബി നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? Nb ഡിവൈഡഡ് ബൈ Na പ്ലസ് Nb. Nb ഡിവൈഡഡ് ബൈ Na പ്ലസ് Nb. ഇനി എയും ബിയും സിയും ഉള്ള കമ്പോണന്റ് ആണെന്ന് ഇരുന്നോട്ടെ, അതിൽ മോൾ ഫ്രാക്ഷൻ ഓഫ് എ എങ്ങനെ കണ്ടുപിടിക്കാം? Na ഡിവൈഡഡ് ബൈ ആരൊക്കെ ഉണ്ട്? Na പ്ലസ് Nb പ്ലസ് Nc. അപ്പൊ 3 കമ്പോണന്റ് ഇല്ലേ? ഇത് 2 കമ്പോണന്റ് ആയതുകൊണ്ട് ഏതാണോ അത് കണ്ടുപിടിക്കേണ്ടുള്ളതിനെ അതിന്റെ മോളുകളുടെ എണ്ണത്തെ ടോട്ടൽ നമ്പർ ഓഫ് മോൾ കൊണ്ട് ഭാഗിക്കുക. നമ്പർ ഓഫ് മോൾ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോളിനെ വിളിക്കുന്ന പേരാണ് മോൾ ഫ്രാക്ഷൻ. ഇപ്പൊ നമുക്ക് കൈ എയും കിട്ടി, കൈ ബിയും കിട്ടി. ഇതിന്റെ തുക ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. കൈ എ പ്ലസ് കൈ ബി, മോൾ ഫ്രാക്ഷനുകളുടെ തുക നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. Na ഡിവൈഡഡ് ബൈ Na പ്ലസ് Nb പ്ലസ് Nb ഡിവൈഡഡ് ബൈ Na പ്ലസ് Nb. ഇത് രണ്ടിന്റെ ഡിനോമിനേറ്റർ സെയിം അല്ലേ? അപ്പൊ നമുക്ക് ന്യൂമറേറ്റർ ആഡ് ചെയ്താൽ മതിയല്ലോ. അങ്ങനെയെങ്കിൽ Na പ്ലസ് Nb ഡിവൈഡഡ് ബൈ Na പ്ലസ് Nb എന്നാവത്തില്ലയോ? കൈ എ പ്ലസ് കൈ ബി ഈക്വൽ ടു, ഇത് വെട്ടിക്കളഞ്ഞ എന്ത് കിട്ടി? ഒന്നായില്ലയോ? അപ്പൊ ഓർക്കുക, സം ഓഫ് മോൾ ഫ്രാക്ഷൻ കൈ എ പ്ലസ് കൈ ബി ഈക്വൽ ടു യൂണിറ്റി ആണ്. സം ഓഫ് മോൾ ഫ്രാക്ഷൻ ഈക്വൽ ടു യൂണിറ്റി. അപ്പൊ എന്താണ് മോൾ ഫ്രാക്ഷൻ? നമ്പർ ഓഫ് മോൾ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾ. നമ്പർ ഓഫ് മോൾ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾ. ഇനി മോള് കണ്ടുപിടിക്കുന്ന കാര്യമൊക്കെ നമുക്കറിയാമല്ലോ. അപ്പൊ മോള് കണ്ടുപിടിക്കുന്ന കാര്യം n ഈക്വൽ ടു തന്നിരിക്കുന്ന ഭാരത്തെ അതിന്റെ മോളിക്കുലർ മാസ് കൊണ്ട് ഭാഗിക്കുക. അങ്ങനെയെങ്കിൽ എന്നെ നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? എയുടെ വെയിറ്റിനെ എയുടെ മോളിക്കുലർ മാസ് കൊണ്ട് ഭാഗിക്കുക. അങ്ങനെയെങ്കിൽ Nb കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ബിയുടെ വെയിറ്റിനെ ബിയുടെ എന്തുകൊണ്ട് ഭാഗിക്കുക? മോളിക്കുലർ മാസ് കൊണ്ട് ഭാഗിക്കുക. ഇത് ഓർത്ത് വെച്ചേക്കുക. നമുക്ക് ഇനി വരുന്ന കാര്യങ്ങൾ മൊളാലിറ്റി ഒക്കെ ചെയ്യുന്ന സമയത്ത് ഈ എന്നെയും Nb ഒക്കെ നമ്മൾ വിട്ടുകൊടുക്കുക. അപ്പൊ അതിന്റെ വാല്യൂ ഓർത്ത് വെച്ചേക്കുക. അത് എങ്ങനെ കണ്ടുപിടിക്കുക? വെയിറ്റിനെ മോളിക്കുലർ മാസ് കൊണ്ട് ഭാഗിക്കുക. അപ്പൊ എന്താണ് മോൾ ഫ്രാക്ഷൻ? നമ്പർ ഓഫ് മോൾ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോളിനെ വിളിക്കുന്ന പേര് മോൾ ഫ്രാക്ഷൻ ആണ്. നമ്പർ ഓഫ് മോൾ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾ. സം ഓഫ് മോൾ ഫ്രാക്ഷൻ ഈക്വൽ ടു യൂണിറ്റി. മോൾ ഫ്രാക്ഷനുകളുടെ തുക എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കാം? യൂണിറ്റി, ഒന്നായിരിക്കാം. ഓക്കെ, നെക്സ്റ്റ് പഠിക്കാനായിട്ടുള്ളത് മൊളാരിറ്റി ആണ്. നെക്സ്റ്റ് പഠിക്കാനായിട്ടുള്ളത് മൊളാരിറ്റി ആണ്. മൊളാരിറ്റിയെ സൂചിപ്പിക്കുന്നത് ക്യാപിറ്റൽ എം വെച്ചിട്ടാണ്. അപ്പൊ എന്താണ് മൊളാരിറ്റി എന്ന് ചോദിച്ചാൽ എം ഈക്വൽ ടു മൊളാരിറ്റി ഈക്വൽ ടു Nb ഡിവൈഡഡ് ബൈ വി ഇൻറ്റു 1000. നമ്മുടെ ഡെഫിനിഷൻ തീർന്നു. അപ്പൊ ഇവിടെ Nb എന്ന് പറഞ്ഞ് സൂചിപ്പിക്കുന്നത് എന്താണ്? Nb n നമ്പർ ഓഫ് മോൾ അല്ലേ സൂചിപ്പിക്കുക. അപ്പൊ Nb നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട്. സൊല്യൂഷൻ പഠിപ്പിച്ചപ്പോ നമ്മൾ പറഞ്ഞു A എന്ന് പറയുന്നത് എന്തിനെ സൂചിപ്പിക്കുന്നു? സോൾവെന്റ് ആണ്. B എന്ന് പറഞ്ഞത് എന്തിനെ സൂചിപ്പിക്കുന്നു? സൊല്യൂട്ടിനെ സൂചിപ്പിക്കുന്നു, കുറഞ്ഞ അളവിലുള്ളതിനെ സൂചിപ്പിക്കുന്നു. അപ്പൊ Nb എന്ന് പറയുക നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് അല്ലേ? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ടിനെ അതിന്റെ വോളിയം കൊണ്ട് ഭാഗിക്കുക. നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ടിനെ വോളിയം കൊണ്ട് ഭാഗിക്കുന്നു. വോളിയം ഇൻ ലിറ്ററിൽ എക്സ്പ്രസ് ചെയ്യുന്നു. നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിസോൾഡ് ഇൻ 1 ലിറ്റർ ഓഫ് സൊല്യൂഷനെ വിളിക്കുന്ന പേരാണ് മൊളാരിറ്റി. ഓർക്കുക, നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിസോൾഡ് ഇൻ 1 ലിറ്റർ ഓഫ് സൊല്യൂഷൻ. അപ്പൊ ഇതിന് നമുക്ക് Nb എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ആണെന്ന് പറഞ്ഞു. അപ്പൊ Nb കാൽക്കുലേറ്റ് ചെയ്യാൻ WB ഡിവൈഡഡ് ബൈ Mb എന്ന് എഴുതിക്കൂടെ? Nb എന്ന് പറയുക, n എന്ന് പറഞ്ഞാൽ അറിയാം മോളാണ്.
വെയിറ്റിനെ അതിന്റെ മോളിക്കുലർ മാസ് കൊണ്ട് ഭാഗിക്കുന്നതാണ്. അങ്ങനെയെങ്കിൽ എൻ ബി ഈക്വൽ ടു ഡബ്ല്യു ബി ഡിവൈഡഡ് ബൈ എം ബി എന്ന് എടുത്ത് എഴുതാം. അപ്പൊ ഈ ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുകയാണെങ്കിൽ എം ഈക്വൽ ടു എൻ ബിയുടെ വാല്യൂ ഡബ്ല്യു ബി ഡിവൈഡഡ് ബൈ എം ബി ദ ഹോൾ ഡിവൈഡഡ് ബൈ, ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഹോൾ ഡിവൈഡ് ചെയ്യുന്നു. അപ്പൊ ഇതിന്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ, ഹോൾ ഡിവൈഡഡ് ബൈ വി ആണ്. അപ്പൊ ഹോൾ ഡിവൈഡഡ് ബൈ വി ബൈ 1000 എന്നാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ മതി, അതിന്റെ റെസിപ്രോക്കൽ എടുക്കുകയാണെങ്കിൽ ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ വി. അപ്പൊ നമ്മുടെ ഇക്വേഷൻ, മൊളാരിറ്റിയുടെ ഇക്വേഷൻ എം ഈക്വൽ ടു ഡബ്ല്യു ബി ഇൻറ്റു 1000 ഹോൾ ഡിവൈഡഡ് ബൈ എം ബി ഇൻറ്റു വി. ഇതാണ് മൊളാരിറ്റി. ഇനി നമുക്ക് തന്നിരിക്കുന്ന വോളിയം അത് ലിറ്ററിലാണെങ്കിൽ നമുക്ക് എന്ത് ആവശ്യമില്ല, 1000 ആവശ്യമില്ല. ഇപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ml ലാണെങ്കിൽ അതിനെ എന്താക്കി മാറ്റുക, ലിറ്ററിലോട്ട് കൺവെർട്ട് ചെയ്യണമെങ്കിലാണ് 1000 വേണ്ടി വന്നത്. അപ്പൊ എന്താണ് മൊളാരിറ്റി എന്ന് ചോദിച്ചാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിസോൾഡ് ഇൻ 1 ലിറ്റർ ഓഫ് സൊല്യൂഷൻ. എൻ ബി ഡിവൈഡഡ് ബൈ വി മതി. കാര്യം ലിറ്ററിലാണെങ്കിൽ എൻ ബി ഡിവൈഡഡ് ബൈ വി മതി. എൻ ബിക്ക് പകരം നമ്മൾ എന്ത് എഴുതാം, ഡബ്ല്യു ബി ഡിവൈഡഡ് ബൈ എം ബി ഇൻറ്റു 1/വി എന്നുള്ള രീതിയിൽ വി ആയിട്ട് മാറി. ഇനി നേരെ മറിച്ച് അതിനെ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അത് റെസിപ്രോക്കൽ ആയിട്ട് മുകളിൽ പോയി. അങ്ങനെയെങ്കിൽ മൊളാരിറ്റി കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ഡബ്ല്യു ബി ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ എം ബി ഇൻറ്റു വി. ഇനി നമുക്ക് ഇതിന്റെ യൂണിറ്റ് ആണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പൊ ഇതിന്റെ യൂണിറ്റ് നമ്മൾ പറഞ്ഞ ഡെഫിനിഷൻ എന്താണ്, മൊളാരിറ്റിയുടെ യൂണിറ്റ്. അപ്പൊ യൂണിറ്റ് ഓഫ് മൊളാരിറ്റി, മൊളാരിറ്റിയുടെ യൂണിറ്റ് നമുക്ക് കണ്ടുപിടിക്കണം. നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിസോൾഡ് ഇൻ 1 ലിറ്റർ ഓഫ് സൊല്യൂഷൻ അല്ലേ പറഞ്ഞത്. നമ്പർ ഓഫ് മോള്, മോൾ ഡിവൈഡഡ് ബൈ വോളിയം. വോളിയത്തിന്റെ യൂണിറ്റ് ലിറ്റർ ആണ്. മോൾ പെർ ലിറ്റർ അല്ലെങ്കിൽ മോൾ ലിറ്റർ ഇൻവേഴ്സ് എന്ന് എഴുതാം. മൊളാരിറ്റിയുടെ യൂണിറ്റ് ഓർത്ത് വെച്ചേക്കുക, മോൾ ലിറ്റർ റേസ്റ്റ് -1. അപ്പൊ എന്താണ് മൊളാരിറ്റി, നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിസോൾഡ് ഇൻ 1 ലിറ്റർ ഓഫ് സൊല്യൂഷൻ. അതിന് വിളിക്കുന്ന പേരാണ് മൊളാരിറ്റി. മോളാർ, മോളാർ എന്നാണ് മൊളാരിറ്റി, ക്യാപിറ്റൽ എം. എൻ ബി ഡിവൈഡഡ് ബൈ വി ഇൻറ്റു 1000, എം ഈക്വൽ ടു ഡബ്ല്യു ബി ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ എം ബി ഇൻറ്റു വി. അതിന്റെ യൂണിറ്റ് എന്ന് പറയുക മോൾ പെർ ലിറ്റർ ആണ്. നെക്സ്റ്റ് പഠിക്കാനായിട്ടുള്ളത് മൊളാലിറ്റി ആണ്. മൊളാലിറ്റി അതിനെ സൂചിപ്പിക്കുന്നത് സ്മാൾ ലെറ്റർ എം വെച്ചിട്ടാണ്. അപ്പൊ മൊളാലിറ്റി എം ഈക്വൽ ടു എൻ ബി ഡിവൈഡഡ് ബൈ ഡബ്ല്യു എ ഇൻറ്റു 1000 എന്ന് എഴുതി. അപ്പൊ എൻ ബി എന്ന് പറഞ്ഞാൽ എന്താ, എൻ ബി എന്ന് പറയുക നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് അല്ലേ. ഡബ്ല്യു എ എന്ന് പറയുന്നത് എന്താണ്, എ നമുക്കറിയാം സോൾവെന്റ് ആണ്, ബി എന്ന് പറയുക സൊല്യൂട്ടുമാണ്. മോളുകളുടെ എണ്ണം കണ്ടുപിടിക്കുന്നത് വെയിറ്റിനെ അതിന്റെ മോളിക്കുലാർ മാസ് കൊണ്ട് ഭാഗിക്കുക. അപ്പൊ നമുക്ക് ഡബ്ല്യു എ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥമാക്കുക, സോൾവെന്റിന്റെ വെയിറ്റ്, വെയിറ്റ് ഓഫ് സോൾവെന്റ് ആണ്. അങ്ങനെയെങ്കിൽ മൊളാലിറ്റിയുടെ ഡെഫിനിഷൻ എന്താണ്, നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിസോൾഡ് ഇൻ 1 കിലോഗ്രാം. വെയിറ്റ് എക്സ്പ്രസ് ചെയ്യുന്നത് കിലോഗ്രാം ആണ്. 1 കിലോഗ്രാം ഓഫ് ദ സോൾവെന്റ്. എ ആയതുകൊണ്ടാണ് സോൾവെന്റ്. അപ്പൊ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിസോൾഡ് ഇൻ 1 കിലോഗ്രാം ഓഫ് ദ സോൾവെന്റ്. അപ്പൊ ഇതിലെ എൻ ബിയുടെ വാല്യൂ എന്ന് പറയുക എൻ ബി ഡബ്ല്യു ബി, വെയിറ്റ് ഓഫ് ദ സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ മോളിക്കുലാർ മാസ് ഓഫ് ദ സൊല്യൂട്ട് ആണ്. അപ്പൊ ഈ വാല്യൂ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. എം ഈക്വൽ ടു എൻ ബിയുടെ വാല്യൂ എന്ന് പറയുക ഡബ്ല്യു ബി ഡിവൈഡഡ് ബൈ എം ബി ദ ഹോൾ ഡിവൈഡഡ് ബൈ. അപ്പൊ അതിന്റെ റെസിപ്രോക്കൽ കൊണ്ടല്ലേ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പൊ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ നോക്കുക, നമ്മൾ എം ഈക്വൽ ടു എൻ ബി ഡിവൈഡഡ് ബൈ ഡബ്ല്യു എ ഇൻറ്റു 1000 എന്ന് എഴുതി വെച്ചു. ആ എൻ ബിക്ക് പകരം നമ്മൾ എഴുതി എന്താണ്,
WB ഡിവൈഡഡ് ബൈ MB എന്ന് എഴുതി. ദ ഹോൾ ഡിവൈഡഡ് ബൈ അല്ലേ വരുന്നത് ഏത് WA. ആ WA ഡിവൈഡഡ് ബൈ 1000 ആണ് മുകളിൽ പോയേക്കുന്നത്. അപ്പൊ ഇതിനെന്ത് ചെയ്യുന്നത് റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ എങ്ങനെ വരും WB ഡിവൈഡഡ് ബൈ MB ഇൻറ്റു അത് തലതിരിച്ച് എഴുതിയാ പോരെ 1000 ഡിവൈഡഡ് ബൈ WA. ഇതല്ലേ മൊളാലിറ്റി. അപ്പൊ ഇവിടെ നോക്കുക NBക്ക് പകരം WB ഡിവൈഡഡ് ബൈ MB. ഇതിന്റെ റെസിപ്രോക്കൽ എടുക്കുകയാണെങ്കിൽ 1/WA 1/WA മീൻസ് അതിൽ 1000 കൂടെ മുകളിൽ പോവുകയാണെങ്കിൽ 1000 ഡിവൈഡഡ് ബൈ WA. അപ്പൊ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതിയാൽ M ഈക്വൽ ടു WB ഇൻറ്റു 1000 ഹോൾ ഡിവൈഡഡ് ബൈ MB ഇൻറ്റു WA. മൊളാലിറ്റി ആണ്. നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിസോൾഡ് ഇൻ 1 കിലോഗ്രാം ഓഫ് ദ സോൾവെന്റ് ആണ് മൊളാലിറ്റി. അങ്ങനെയെങ്കിൽ ഇതിന്റെ യൂണിറ്റ് നമുക്ക് എഴുതണം. യൂണിറ്റ് ഓഫ് മൊളാലിറ്റി. ഇപ്പൊ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് അപ്പൊ ഉറപ്പാണേ അതിന്റെ മുകളിലുള്ള ന്യൂമറേറ്ററിലുള്ളതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മോളാണ്. ഡിവൈഡഡ് ബൈ വെയിറ്റ് ഓഫ് സോൾവെന്റ്. വെയിറ്റ് എക്സ്പ്രസ് ചെയ്യുന്നത് കിലോഗ്രാമിലല്ലേ. അപ്പൊ നമുക്ക് പറയാം ഇതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മോൾ പെർ കിലോഗ്രാം ആണ്. അല്ലെങ്കിൽ മോൾ കിലോഗ്രാം റൈസ് ടു -1 എന്നാണ് എഴുതാം. മോൾ പെർ കിലോഗ്രാം എന്നോ മോൾ കിലോഗ്രാം റൈസ് ടു -1 എന്നോ പറയാം. മോളാൽ. അപ്പൊ എന്താണ് മൊളാലിറ്റി? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിസോൾഡ് ഇൻ 1 കിലോഗ്രാം ഓഫ് ദ സോൾവെന്റ്. അപ്പൊ ഇവിടെ നമുക്ക് തരുന്ന ചോദ്യത്തില് വെയിറ്റ് ഗ്രാമിലാണ് തരുന്നതെങ്കിൽ മാത്രമാണ് ഈ 1000ന്റെ ആവശ്യം. ഇനി നേരെ മറിച്ചത് കിലോഗ്രാമിലാണ് തരുന്നതെങ്കിൽ നമുക്ക് ഇവിടെ 1000 ആവശ്യമില്ല. NB ഡിവൈഡഡ് ബൈ WA മതി. തന്നിരിക്കുന്ന സൊല്യൂട്ടിന്റെ സോൾവെന്റിന്റെ ഭാരം കിലോഗ്രാമിലാണെങ്കിൽ 1000 വേണ്ട. ഓർക്കുക A എന്ന് പറയുന്നത് സോൾവെന്റ് ആണ്, B എന്ന് പറയുന്നത് സൊല്യൂട്ട് ആണ്. അപ്പൊ WA എന്ന് പറഞ്ഞാൽ എന്താണ്? വെയിറ്റ് ഓഫ് സോൾവെന്റ് എന്നാണ് അർത്ഥമാക്കുക. സബ്സ്റ്റൻസ് ടേക്കൺ ഇൻ മേജർ ക്വാണ്ടിറ്റീസ് ആർ കാൾഡ് സോൾവെന്റ്. അപ്പൊ ഒന്നുകൂടി പറയാം എന്താണ് മൊളാലിറ്റി? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിസോൾഡ് ഇൻ 1 കിലോഗ്രാം ഓഫ് ദ സോൾവെന്റ്.